രാവിലെ 10 മണിക്കാണ് മൊഴിയെടുക്കൽ തുടങ്ങിയത്. അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന പാലക്കാട് ASP ജി പൂങ്കുഴലി, ആലത്തൂർ CI എലിസബത്ത്, സിവിൽ പോലീസ് ഓഫീസർ പ്രിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. ഇതിനിടെ അന്വേഷണ സംഘത്തിന് വിശ്വാസ്യത ചോദ്യം ചെയ്ത് വടക്കാഞ്ചേരി MLA അനിൽ അക്കര രംഗത്തെത്തി. ജില്ലയിലെ ഉന്നതനായ CPM നേതാവിന്റെ നേതൃത്വത്തിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ യോഗം ചേർന്നാണ് അന്വേഷണ സംഘാംഗങ്ങളെ നിശ്ചയിച്ചതെന്ന് അനിൽ അക്കര ആരോപിച്ചു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ IPS റാങ്കുള്ള 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം CPMന്റെ ഫ്രാക്ഷൻ അനുസരിച്ച് തുള്ളുന്നവരാണ്. DGPക്ക് കേസിൽ ആത്മാർത്ഥ്യമുണ്ടെങ്കിൽ ഈ 2 വനിതാ IPS ഉദ്യോഗസ്ഥന്മാരെ ഒഴിച്ചുള്ള ബാക്കിയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റണം. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യാതെ ഈ കേസ് പുനരന്വേഷിക്കുമെന്ന് പറയുന്നത് ഇത് കേരള ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ വിഷയം കൊണ്ടുപോകാനും ഈ കേസ് എന്നേക്കുമായി അട്ടിമറിക്കാനുള്ള CPMന്റെ തന്ത്രമാണ്. അന്വേഷണ സംഘം പുനഃസംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ DGPക്ക് പരാതി നൽകുമെന്നും അനിൽ അക്കര വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. എൻ്റെ മുന്നിൽ വരുന്ന വിഷയങ്ങളല്ല, അതിലൊക്കെ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ വഴിക്ക് പോകും. അത് സ്വാഭാവികമായിട്ടും എന്താണോ സംഭവിക്കേണ്ടത് വെച്ചാൽ സംഭവിക്കും. നിയമസഭയുടെ അധ്യക്ഷൻ ഇത്തരം കാര്യങ്ങളിലൊന്നും കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വന്നിട്ടൊരു മന്ത്രി നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത അവർ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയെയും നിയമവാഴ്ചയെയും അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ വെല്ലുവിളിക്കുന്ന ഒരവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. അവരും അതിന് സമാധാനം പറയും. നടപടി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊരു നടപടിയില്ല. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. അവിടെ സ്പീക്കറും മുൻമന്ത്രിയും ഒന്നുമില്ല. നിയമത്തിൻ്റെ മുന്നിൽ പൗരന്മാരെല്ലാം സമന്മാരാണ്. നിയമവിരുദ്ധമായ നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുകയാണ്. പരിശോധിച്ചു കഴിഞ്ഞിട്ട് അത് യുക്തമായ നടപടി സ്വീകരിക്കും.